നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ നിന്നിപ്പോൾ ഹമാസിനെ തൂത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഗാസാദിവാസികൾ അങ്ങനെ പച്ചയ്ക്ക് ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തിയ ഹമാസ് പോലീസുകാരനെ നിഷ്ഠൂരമായി ആ കുടുംബക്കാർ ചേർന്ന് ഇക്കഴിഞ്ഞ ദിവസം വധിച്ചു. ഒരു വശത്ത് ഹമാസ് ഭീകരവാദത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഗാസ മുനമ്പിൽ ഉയരുന്നത്. മറുവശത്ത് ഒരു ഹമാസ് പോലീസുകാരനെ തന്നെ വധിക്കാൻ ഭയമില്ല എന്ന് ഗാസൻ ജനത കാട്ടിക്കൊടുത്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഗാസ മുനമ്പ് അടക്കി ഭരിക്കുന്ന ഹമാസിന് കഷ്ടകാലം തുടങ്ങിയെന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേർ അൽ ബലയിലെ ഒരു പ്രമുഖ ഗാസ കുടുംബത്തിലെ അംഗങ്ങൾ ചൊവ്വാഴ്ചയാണ് ഒരു ഹമാസ് പോലീസുകാരനെ പരസ്യമായി വെടിവെച്ചു കൊന്നത്. വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മധ്യഗാസയിലെ അബു സബ്ര വംശത്തിൽപ്പെട്ട കുടുംബക്കാരാണ് ഒരു ഹമാസ് പോലീസുകാരനെതിരെ തിരിഞ്ഞത്. ദേർ അൽ ബലാഹിൽ മാവ് വാങ്ങാൻ വരിയിൽ നിൽക്കുമ്പോൾ അവരുടെ ബന്ധുവായ അബ്ദുൾ റഹ്മാൻ ഷാബാൻ അബു സബ്രയാണ് ഹമാസ് പോലീസുകാരൻ വെടിവെച്ചു കൊന്നത്. വെടിവെച്ചു കൊന്ന ഹമാസ് അംഗത്തെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് പിന്നീട് കുടുംബക്കാർ പരസ്യമായി വിളിച്ചു പറഞ്ഞു. സംഭവത്തിന് ഉത്തരവാദിയായ ഹമാസ് പോലീസുകാരനെ തങ്ങൾ കണ്ടെത്തിയെന്നും അയാൾക്ക് വധശിക്ഷ നൽകിയെന്നുമാണ് ഈ കുടുംബം പറയുന്നത്. ഇയാളെ ദേർ അൽ ബലയുടെ പ്രവേശന കവാടത്തിന് മുന്നിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് നിരവധി ബന്ധുക്കൾ വെടിയുതിർത്തതായും കുടുംബക്കാർ പറയുന്നു. ഈ വധശിക്ഷയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പലസ്തീൻ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വ്യാപകമായി ഇത് പ്രചരിക്കപ്പെട്ടത്. ഗസയിലെ സാധാരണക്കാർക്കിടയിൽ ഹമാസിനോട് വർദ്ധിച്ചു വരുന്ന പ്രതിഷേധമാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കൊലപാതകവും. ഗസയിൽ അബു സബ്ര കുടുംബം പോലെ ഡസൻ കണക്കിന് ശക്തരായ കുടുംബങ്ങളുണ്ട്. അവർ സുസംഘടിതമായ ഗോത്രങ്ങളായി നിലകൊള്ളുന്നു. ഇവരിൽ പലർക്കും ഔദ്യോഗികമായി ഹമാസുമായി യാതൊരുവിധ ബന്ധവുമില്ല. പ്രദേശത്തെ ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അവർ അധികാരം നേടുന്നത്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബന്ധുക്കളുടെ വിശ്വസ്തത ഓരോ കുടുംബങ്ങൾക്കുമുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും മുക്താർ അഥവാ തലവൻ എന്നറിയപ്പെടുന്ന ഒരു നേതാവുണ്ട്. ഇവരൊക്കെ ഹമാസിൻ്റെ ഈ കാലഘട്ടത്തിൽ പൊതുവെ ഒതുങ്ങിക്കഴിയുകയായിരുന്നു ഗാസ മുനമ്പിൽ. ഇപ്പോൾ അതത് ഗോത്രങ്ങൾ തലപൊക്കിയിരിക്കുന്നു. ഗസയിലെ വലിയ ഗോത്രങ്ങൾ ആയുധധാരികളാണ്. എതിരാളികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും ഹമാസുമായും ഏറ്റുമുട്ടിയ ഒരു നീണ്ട ചരിത്രവും ഇവർക്കുണ്ട്. നേരത്തെ സഹായ വിതരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും യുദ്ധാനന്തര സർക്കാരിൽ ഒരു പങ്കിനായി ഇസ്രയേൽ കുടുംബത്തെ ബന്ധപ്പെടുത്തണമെന്ന ആവശ്യവും മുന്നിലുണ്ടായിരുന്നു. വെടിനിർത്തൽ സമയത്ത് ഹമാസും ഗാസ നഗരത്തിലെ പ്രമുഖ കുടുംബമായ ദോഷ്മുഖ് വംശവും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുത്തിരുന്നു. ആ സമയത്ത് ജെറുസലേം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഗോത്ര കുടുംബങ്ങൾ തലപൊക്കി. ഹമാസ് ഗ്രൂപ്പിൻ്റെ ഒരു നേതാവിനെ തന്നെയാണ് ഒരു കുടുംബം കൊലപ്പെടുത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അറബി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് 2 പേർക്കൊപ്പം ഒരു കുടുംബ വളപ്പിൽ വെച്ച് അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്നാണ് അറബ് മാധ്യമങ്ങൾ പറയുന്നത്. ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ പ്രതിഷേധങ്ങളുടെ ഒരു തരംഗമാണ് കഴിഞ്ഞയാഴ്ച കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു. ഭീകര ഗ്രൂപ്പിന് ഇനി ഗാസ മുനമ്പിൽ സ്ഥാനമില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരുടെ നേർക്ക് ഹമാസ് ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് ശക്തമായ ചില ഭീഷണികൾ നേരിടേണ്ടി വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്ന ഈ പരസ്പര ആക്രമണങ്ങൾ. നിരവധി അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഗാസ മുനമ്പിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ കൃത്യമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവെക്കുന്നു. ഗാസ മുനമ്പിൽ ഓരോ ദിവസവും ഹമാസിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടുന്നുവെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. നേരത്തെ ചില പ്രതിഷേധങ്ങളെ ഭീകര സംഘം അക്രമാസക്തമായി നേരിട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഹമാസിനെ വേരോടെ പിഴുതെറിയാനുള്ള ആർജവമാണ് പ്രതിഷേധക്കാർ പുറത്തെടുത്തിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ കൂടുതൽ വ്യോമശക്തി അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ അയച്ചു കഴിഞ്ഞു. ഇതും ഇസ്രയേലിനെ സംബന്ധിച്ച് കൂടുതൽ കരുത്തു പകരും. യമനിലെ ഹൂതികൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ബോംബാക്രമണം, മറുവശത്ത് ഇറാനുമായുള്ള സംഘർഷം. ഇതിനിടയിലാണ് മിഡിൽ ഈസ്റ്റിലെ പെൻറ്റഗൺ നാവികാസ്തികളെ ശക്തിപ്പെടുത്തുന്നതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്ത് വെളിപ്പെടുത്തിയത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ വിന്യസിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെൻറ്റഗണിൻ്റെ പ്രസ്താവനയിൽ പ്രത്യേക വിമാനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. എന്നാൽ കുറഞ്ഞത് 4 B-2 ബോംബർ വിമാനങ്ങൾ ഇതിനകം തന്നെ അമേരിക്ക മേഖലയിൽ എത്തിച്ചു എന്ന റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപായ ഡീഗോ ഗാർസിയയിലെ US ബ്രിട്ടീഷ് സൈനിക താവളത്തിലാണ് ഈ ബോംബർ വിമാനങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. യമനിലേക്കോ ഇറാനിലേക്കോ അവിടെ നിന്നെത്താൻ പര്യാപ്തമാണ് എന്ന് അമേരിക്ക വിശദീകരിക്കുന്നു. പ്രാദേശിക സുരക്ഷയ്ക്ക് അമേരിക്കയും പങ്കാളികളുമൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്. മേഖലയിൽ കൂടുതൽ സംഘർഷം വ്യാപിച്ചാൽ അതിനെ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൈനിക നീക്കങ്ങൾ എന്ന് പെന്റഗൺ വ്യക്തമാക്കുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ഇസ്രയേൽ അതിശക്തമായ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുമെന്ന ശപഥമാണ് വീണ്ടും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവടക്കം 4 പേർ തങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ പിന്നീട് സ്ഥിരീകരിച്ചു. ഗസയിലെ ടെൽ അൽ സുൽത്താനിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ 15 പലസ്തീൻ രക്ഷാപ്രവർത്തകരെ വെടിവെച്ചു കൊന്ന് ഇസ്രയേൽ കുഴിച്ചുമൂടി എന്ന ആരോപണവും മറുവശത്തുയരുന്നു. പലസ്തീൻ റെഡ് ക്രസന്റിൻ്റെതടക്കം 15 പ്രവർത്തകരെയാണ് സൈന്യം വധിച്ചത്. സൈന്യം ഓരോരുത്തരെയായി വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ഓഫീസ് അറിയിക്കുന്നു. 8 റെഡ് ക്രസന്റ് പ്രവർത്തകർ, 6 സിവിൽ ഡിഫൻസ് പ്രവർത്തകർ, ഒരു UN ജീവനക്കാരൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് പറയുന്നു. ഇസ്രായേൽ സൈന്യം നേരത്തെ ബുൾഡോസർ ഉപയോഗിച്ച് കുഴിയെടുത്താണ് മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകരുടെ ആംബുലൻസുകളും ഉൾപ്പെടെ കുഴിച്ചു മൂടിയതത്രേ. മാർച്ച് 23-നായിരുന്നു 15 പലസ്തീൻ രക്ഷാപ്രവർത്തകരെ കൊന്ന് ആ മൃതദേഹങ്ങൾ ഇസ്രായേൽ കുഴിച്ചിട്ടത്. കാണാതായ ദൗത്യസംഘത്തിലെ ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹവും കൊല്ലപ്പെട്ടോ ജീവനോടെയുണ്ടോ എന്നത് വ്യക്തമല്ല. 23-ാം തീയതി പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാനെത്തിയ റെഡ് ക്രസന്റ് ആംബുലൻസിന് നേരെയും വെടിവയ്പുണ്ടായി. നിരവധി രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നറിഞ്ഞാണ് രണ്ടാമതൊരു സംഘം അവിടെ എത്തിയത്. കാറുകളും ആംബുലൻസുകളും ഉൾപ്പെട്ട ഈ സംഘത്തിന് നേരെയും ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഗാസ മുനമ്പിലും മറുവശത്ത് ഹിസ്ബുള്ളയുടെ നേർക്കും ഉയർത്തുകയാണ് ഇസ്രയേൽ. ഗാസ മുനമ്പിലാവട്ടെ ഹമാസിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും. എന്തിനേറെ ഹമാസിന്റെ പോലീസുകാരന് വരെ അവിടെ രക്ഷയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.